ഇവിടെ ഇപ്പോൾ ആരോഗ്യ വകുപ്പിൽ എത്ര പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ പോലും അവിടെ 1% വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനും അതിനെതിരെ പ്രതിഷേധിക്കാനും ഒക്കെയുള്ള അവകാശം നമുക്കുണ്ട്. അത് വേണം. ആ സിസ്റ്റം പൂർണ്ണമായും 100% നന്നായിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉണ്ടാകുന്ന അത്തരം പ്രതിഷേധങ്ങളെ നമ്മൾ തള്ളിക്കളയേണ്ടുന്ന സാഹചര്യവുമില്ല. നോക്കൂ, ഇവിടെ ഇപ്പോൾ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്, അത് സംഭവിച്ചു. പക്ഷേ അതിനെ ഈ രീതിയിൽ ചിത്രീകരിച്ച് സംസ്ഥാന വ്യാപകമായി അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിട്ട് അല്ലെങ്കിൽ വിദ്വേഷകരമായ പരാമർശങ്ങളുള്ള മുദ്രാവാക്യം വിളികളും ഒക്കെയായിട്ട് ഇതിനെ എവിടെ കൊണ്ട് ചെന്നെത്തിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അത് ചെയ്തതുകൊണ്ട് തന്നെ ആ സംഭവത്തിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നവർ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ 24 മണിക്കൂറിനുള്ളിൽ? എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ അക്രമത്തിനിരയായ മന്ത്രിയെ ആക്രമിച്ച രീതി തെറ്റാണ്. ഇവര് ഗാന്ധി ശിഷ്യന്മാരാണല്ലോ. ഞങ്ങളൊക്കെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഇവര് സമാധാനത്തിന്റെ അപ്പോസ്തലന്മാരാണ്, ഗാന്ധി ശിഷ്യന്മാരാണ്. അക്രമത്തിനെതിരായി ചിന്തിക്കുകയും അക്രമത്തിനെതിരായി തിരിയാൻ അഹിംസാവാദത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെന്നാണ് ഇവർ സ്വയം മേനി നടിക്കുന്നത്. അങ്ങനെയുള്ള നേതാക്കന്മാർ വന്നതെന്ന് പറയേണ്ടത് എന്താണ്? അവിടെ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അത് തെറ്റായി പോയി എന്നല്ലേ ഈ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ കെ മുരളീധരനും വി ഡി സതീശനും അതുപോലെ തന്നെ ശ്രീകുമാറിലേക്ക് പോകേണ്ടുന്ന സമയമായി. അരമണിക്കൂറാകുന്നു. അദ്ദേഹം വെയിറ്റ് ചെയ്യാണ്. വെറുതെ അതും ഇതും പറഞ്ഞ സമയം കളയണ്ട. സുരേഷ് കുമാർ പൂർത്തിയാക്കൂ. അല്ല, ഞാനൊരു കാര്യം പറയാം. ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നതെല്ലാം സഹിഷ്ണുതയോടെ കേട്ടിരിക്കണം. അത് കഴിഞ്ഞ് അയാൾ ഞാൻ ചർച്ചയിൽ പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പാലിക്കേണ്ടുന്ന ഒരു സാമാന്യ മര്യാദയുണ്ട്. ഇവിടെ അക്രമത്തിനിരയായത് ഒരു വനിതാ മന്ത്രിയാണ്. ആ മന്ത്രിക്കെതിരായി നടത്തേണ്ടുന്ന പദപ്രയോഗങ്ങൾ നടത്താൻ പാടില്ലാത്ത പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായ പ്രതികരണം ഈ നാട്ടിലുണ്ടാവും. ഒരു കാര്യം കൂടെ, ഇവിടെ ധീരൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു. അന്ന് KPCCയുടെ പ്രസിഡന്റ് ആയിരുന്ന ആൾ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ആ കൊലപാതകളെ, എന്റെ കുട്ടികളെ ഞാൻ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്നാണ്. ഈ കേരളത്തിൽ പറഞ്ഞ കാര്യമാണ് ഇത്. സുരേഷ് കുമാർ ചുമ്മാ വായനയിൽ അടിക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ വീഡിയോ കോൾ നടത്തി KSP പ്രവർത്തകരോട് പറയാണ്, അടി കൊണ്ടാൽ തിരിച്ചടിച്ചിട്ട് വരാവൂ. ഇതാണ് കോൺഗ്രസിന്റെ. ഇത് മാത്രമല്ല, ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇത് കോൺഗ്രസിന്റെ ഒരു സംസ്കാരമാണ്. ഒരു വശത്ത് കൂടെ ഇരയോടൊപ്പം ഓടുകയും മറ്റൊരു വശത്ത് വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന അങ്ങേയറ്റത്ത് ഗാന്ധി ശിഷ്യന്മാർ എന്നുള്ള നിലയിൽ അഹിംസാവാദം പ്രചരിപ്പിക്കും, പറയും ഒക്കെ ചെയ്തിട്ട് ഒരു വനിതയ്ക്ക് നേരെ നിങ്ങൾ ഭീരുക്കളല്ലേടോ, നിങ്ങൾ ഭീരുക്കളല്ലേ? ഒരു വനിതാ മന്ത്രിക്ക് നേരെ ഇങ്ങനെയാണോ നിങ്ങൾ പ്രതിഷേധിക്കേണ്ടത്? ഇത്രയും ഭീരുക്കളായിട്ടുള്ള ആളുകൾ അങ്ങനെ തെരുവിൽ ഇറങ്ങിയാൽ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പറ്റുമോ? തെരുവിൽ ഇറങ്ങി നോക്കാമോ? ശരി ശരി ശരി, ഓക്കെ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ എൻ ശ്രീകുമാർ നോക്കൂ, ഞാൻ രണ്ടുപേരിലേക്ക് തിരിച്ചെത്താം. രണ്ടുപേരിലേക്ക് ഞാൻ തിരിച്ചെത്താം. അങ്ങനെ വെല്ലുവിളിയൊന്നും വേണ്ട. അങ്ങനെ എന്തൊക്കെയാണ് ആരോട് വെല്ലുവിളിച്ചുള്ള ഈ ചർച്ചയിൽ പങ്കെടുത്താണെങ്കിൽ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കണ്ടതാണ്. ഇന്നലെ വാഴക്കുളം പ്രമുഖത്തിന്റെ വക്താവ് അങ്ങയുടെ പാർട്ടിയുടെ വനിതാ നേതാവ് ചിന്താ ജയറാമും ASS നേതാവിനെ അധിക്ഷേപിച്ചതിലൂടെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും മറ്റു അധിക്ഷേപങ്ങളിലേക്കും പോകണ്ട. നമുക്ക് രണ്ടുപേരും ഒന്നടങ്ങും. ഞാൻ ശ്രീകുമാറിലേക്ക് ഇതുവരെ പോകില്ല, എനിക്ക് ശ്രീകുമാറിലേക്ക് പോകണം. രണ്ടുപേരും അടങ്ങും. ഞാൻ തൗഫീഖിലേക്ക് വരാം. ഞാൻ എൻ ശ്രീകുമാറിലേക്ക് പോവുകയാണ്. രണ്ടുപേരും തൗഫീഖിനോട് ഞാൻ പറഞ്ഞു, തൗഫീഖ് ഞാൻ താങ്കളിലേക്ക് വരാം, താങ്കൾക്ക് സംസാരിക്കാൻ അവസരം നൽകാം. ഈ ചർച്ച അലങ്കോലമാക്കരുത്. രണ്ടുപേരും. ശ്രീ എൻ ശ്രീകുമാർ നോക്കൂ, ഇവിടെ ഈ ചർച്ചയിൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു അഭിപ്രായം ഉണ്ടായാൽ ഞാൻ ഇടപെട്ടുകൊണ്ടേയിരിക്കും. ശരി, ഞാൻ പറഞ്ഞല്ലോ രണ്ടുപേരും അടങ്ങുക. ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചെത്താം.
ശ്രീകുമാർ നോക്കൂ, ഇവിടെ സംസ്ഥാനത്ത് UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ട് എന്നതാണല്ലോ താങ്കൾ ഉൾപ്പെടെ UDF-കാരെല്ലാം, അല്ലെങ്കിൽ താങ്കൾ ഉൾപ്പെടെ അനുഭാവികളായാലും UDF-കാരായാലും കോൺഗ്രസ് പ്രവർത്തകരായാലും എല്ലാം കരുതുന്നത് ഇവിടെ സംസ്ഥാനത്ത് UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ട് എന്നതാണ്. ഇന്നലെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ആ ചിത്രമാകെ മാറുകയാണ്. എന്തുകൊണ്ട് ഈ പ്രതിഷേധങ്ങൾ ഈ രൂപത്തിലാകുന്നു എന്നൊരു ചോദ്യം ഉയരുകയാണ്. അവിടെ അതിനോട് പ്രതികരിച്ച മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉപയോഗിച്ച ഭാഷ ഒരു മന്ത്രിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ആവർത്തിച്ച് പറയുന്നു എന്നത്, അതിനുമപ്പുറം ഈ സംഭവത്തെ ന്യായീകരിക്കുന്നു എന്നത്, ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? എന്താണ് ഈ കോൺഗ്രസ് UDF അധികാരത്തിൽ വന്നാൽ ഈ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത് എന്നതിന്റെ സാമ്പിളായി അവർ ഈ വിഷയത്തെ എടുത്താൽ, ഈ സംഭവത്തെ എടുത്താൽ അത് തിരിച്ചടിയാകും എന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും മുതിർന്ന നേതാക്കൾക്കില്ലേ ശ്രീ എൻ ശ്രീകുമാർ? ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങള് പൂർണ്ണമായും തെറ്റാണ്. കാരണം ഇന്നലത്തെ സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ ഇത്രയും മണിക്കൂറാണ്, 24 മണിക്കൂറായി. രേണുകയുടെ തുടക്കത്തിൽ പറഞ്ഞ എന്താണ്? ആക്രമണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ CPM പുറത്തുവിട്ടു. ഒരു ദൃശ്യം രേണുക എന്ന് കാണിക്കാവോ? ഒരു ദൃശ്യം കാണിക്കാവോ? MV ജയരാജൻ രാവിലെ ഒരു ദൃശ്യം പുറത്തുവിട്ടു എന്നുള്ള ശരിയാണ്. എനിക്കിതിൽ ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പല വിധത്തിലുള്ള രാഷ്ട്രീയമായ പ്രത്യാക്രമണങ്ങളും ആക്രമണങ്ങളൊക്കെ ഉണ്ടാകും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ KSU പ്രവർത്തകരെ മുദ്രാവാക്യം വിളിച്ച് ആരോഗ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി വീശി. ഇവിടെ ശ്രീ ഹരീഷ് പോയിന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു ശ്രീമതി വീണ അദ്ദേഹത്തിന്റെ സുഹൃത്തായതുകൊണ്ട് അവര് നുണ പറയില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ വിശ്വാസത ആയിക്കോട്ടെ. പക്ഷേ MV ഗോവിന്ദൻ മാഷ് എന്താ പറഞ്ഞത്? വീണ ജോർജിന്റെ കഴുത്ത് പിടിച്ച് തിരിച്ചു, കൈ പിടിച്ച് തിരിച്ചു. അപ്പൊ ഈ കഴുത്ത് പിടിച്ച് തിരിക്കാന്ന് വെച്ചാൽ 1 മിനിറ്റെങ്കിലും വേണ്ടേ? ഈ പോലീസുകാർ എന്ത് ചെയ്യായിരുന്നു? ഈ പോലീസുകാർ, നമ്മുടെ സുരേഷ് കുമാറിന്റെ പോലീസുകാർ എന്ത് ചെയ്യായിരുന്നു? കഴുത്ത് പിടിച്ച് തിരിച്ചു, കൈ പിടിച്ച് തിരിച്ചു. ഗോവിന്ദ മാഷ പ്രസ്താവന. എന്റെ മാത്രം പോലീസാണ്. ആയിക്കോട്ടെ. അപ്പൊ താങ്കൾ ഇടപെടുന്നില്ല. നേരത്തെ താങ്കൾ ഒരു അസ്വസ്ഥത കാണിച്ചിട്ട് താങ്കൾ എന്റെ ചർച്ചയിൽ ഇടപെടുകയാണ് കേട്ടോ സുരേഷേ. അത് നിങ്ങൾ രണ്ടുപേരും താങ്കൾ മാരീചിക വേഷം അണിഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും രാവണനാണോ? ഞാൻ അല്ലല്ല, താങ്കൾ ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. അദ്ദേഹം പറയട്ടെ. താങ്കൾ എന്റെ പേര് പരാമർശിച്ചുകൊണ്ടാണ്. എന്റെ മാത്രം പോലീസ് അല്ല, താങ്കളുടെ സൂചിപ്പിച്ചു. പറഞ്ഞോളൂ ശ്രീകുമാർ, പറഞ്ഞോളൂ. സുരേഷ് സംസാരിച്ചോളൂ. ഇല്ല ശ്രീകുമാർ പറയൂ, നമുക്ക് സമയം പോകുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.